നമസ്കാരം. ആഫ്രിക്കയെ ഒരു കാലത്ത് ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് പലരും വിളിച്ചിരുന്നത്. എന്നാൽ ഈ ഇരുണ്ട ഭൂഖണ്ഡമെന്ന് അക്കാലത്ത് വിളിച്ചിരുന്ന ആഫ്രിക്ക ധാതുക്കളുടെ കാര്യത്തിൽ ഒരു വലിയ അക്ഷയഖനിയാണ് എന്നുള്ള സത്യം ഒരുപക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ബ്രിട്ടീഷുകാരെ പോലെയുള്ള വിദേശ ശക്തികളാണ്. അങ്ങനെയാണ് അവിടെ നിരന്തരമായി പല രാജ്യങ്ങളിലും എത്തി ഖനനം ആരംഭിക്കുകയും വലിയ തോതിൽ പണം കൊയ്യുകയും ചെയ്തു. പക്ഷേ ഇവരൊക്കെ ചെയ്ത ഒരു കാര്യം, ആ രാജ്യത്ത് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കാതെ ഇവയെല്ലാം തന്നെ സ്വന്തം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇത് ഇന്ധനമായും അതുപോലെ അതിൻ്റെ ഘടകങ്ങളായി തന്നെ ഉപയോഗിക്കുന്നതായിരുന്നു. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആഫ്രിക്കക്കാർക്കും കാര്യം മനസ്സിലാവുകയും അങ്ങനെ പിന്നീട് അവർ ഇക്കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ചൈനയായിരുന്നു ഇക്കാര്യത്തിലും ആദ്യം അവിടെ എത്തിയത്. ചൈനീസ് കമ്പനികൾ വിപുലമായ തോതിൽ വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള നിക്ഷേപം ഇറക്കുകയും അങ്ങനെ അവർ വലിയ തോതിലുള്ള ലാഭം കൊയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കയിലെ സ്വർണ്ണഖനികളിലൊക്കെ തന്നെ ഈ ചൈന കടന്നു കയറുകയും അതുപോലെ അവിടുത്തെ പ്രധാനപ്പെട്ട അപൂർവമായ ധാതുക്കളെല്ലാം തന്നെ കൈക്കലാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു വേളയിലാണ് ഇപ്പോൾ ഇന്ത്യൻ വ്യവസായ ഗ്രൂപ്പുകളും അവിടേക്ക് ചെല്ലുന്നത്. ഇപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളുടെയൊക്കെ കാലഘട്ടമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിക്കാൻ ആവശ്യമായ ചെമ്പ്, അതുപോലെ കൊബാൾട്ട് തുടങ്ങിയ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, അപൂർവമായ ധാതുക്കൾ ആഫ്രിക്കയിൽ വളരെയധികമുണ്ട്. ഇവ സ്വന്തമാക്കുക, അവിടെ വ്യവസായങ്ങൾ ആരംഭിക്കുക തുടങ്ങിയ ഒരുപാട് ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഇന്ത്യയിലെ പ്രമുഖരായ വ്യവസായികൾ, അദാനി ഗ്രൂപ്പ്, അംബാനിയുടെ ഗ്രൂപ്പ്, അതുപോലെ വേദാന്ത തുടങ്ങിയ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര കുത്തകകൾ തന്നെ ഇപ്പോൾ ആഫ്രിക്കയെ ലക്ഷ്യമിടുന്നത്. അവിടെ അവർ ഇപ്പോൾ പ്രധാനമായും മത്സരം നേരിടേണ്ടി വരുന്നത് ചൈനയുമായിട്ടാണ്. അങ്ങനെ ഈ ചൈന അവിടെ നേരത്തെ അവർ ചൂടുറപ്പിച്ചിരുന്ന മേഖലകളിലൊക്കെ തന്നെ കടന്നു കയറി ഇപ്പോൾ ഇന്ത്യൻ വ്യവസായികളും അവരുടേതായ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുകയാണ്. തങ്ങൾക്ക് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലും മറ്റു വിദേശ രാജ്യങ്ങളിലുമൊക്കെ തന്നെ നേരത്തെ ശക്തമായ അടിത്തറവുള്ള കമ്പനികളാണ് ഇത്തരത്തിൽ ഇപ്പോൾ ആഫ്രിക്കയിലെത്തി അവിടെയും ചുവടുറപ്പിക്കാനും ശക്തമായ സാന്നിധ്യമാകാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. ആഫ്രിക്കയിലെ എത്രയോ രാജ്യങ്ങളിൽ മൊബൈൽ ഫോൺ കണക്ഷനും അതിൽ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളുമൊക്കെയായി എയർടെല്ലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം തങ്ങളുടെ ധാതുക്കൾ, തങ്ങളുടെ അപൂർവ ധാതുക്കൾ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ വ്യവസായം നടത്തുന്നതിന് പകരം ഫാക്ടറികൾ തങ്ങളുടെ രാജ്യത്ത് തന്നെ നിർമ്മിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇക്കാര്യവും സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കമ്പനികൾ അവിടെ വിപുലമായ തോതിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അസംസ്കൃത വസ്തുക്കൾക്ക് യാതൊരു തരത്തിലുള്ള പഞ്ഞവുമില്ല, തൊഴിലാളികളെ കിട്ടാനും ബുദ്ധിമുട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇന്ത്യൻ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ ചൈനയോട് കിടപിടിച്ചുകൊണ്ട് തന്നെ പരമാവധി അവിടെ നേട്ടം കൊയ്യാൻ കഴിയും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ഇപ്പോൾ ചുവടുറപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഖനനം, തുറമുഖങ്ങൾ, കപ്പൽ ഗതാഗതം, ഊർജ്ജ പദ്ധതികൾ എന്നിവയിലൂടെ വ്യവസായ പ്രമുഖനായ ഗൗതം അദാനിയുടെ അദാനി ഗ്രൂപ്പ് ആഫ്രിക്കയിൽ വലിയ തോതിൽ നിക്ഷേപം ഇറക്കിയിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസ് തലവൻ മുകേഷ് അംബാനിയും എനർജി, ഡിജിറ്റൽ മേഖലകളിലെ അന്തസാധ്യതകൾ മുന്നിൽ കണ്ട് ആഫ്രിക്കയിലേക്ക് കണ്ണുവയ്ക്കുന്നുണ്ട്. അതുപോലെ സ്റ്റീൽ ഭീമനായ ലക്ഷ്മി മിത്തലിൻ്റെ ആർസലൻ മിറ്റൽ, ലിബീരിയ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിൽ വൻകിട ഖനന പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം നൽകുന്നത്. സാംബിയയിലെ കൊങ്കോള ചെമ്പ് ഖനികളിൽ വൻ തുക നിക്ഷേപിച്ചുകൊണ്ടാണ് വേദാന്ത റിസോഴ്സസ് സ്ഥാപകൻ അനിൽ അഗർവാളും ആഫ്രിക്കയിലെ സജീവ സാന്നിധ്യമായി മാറിയിരിക്കുന്നത്. ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഏറ്റെടുത്തുകൊണ്ടാണ് വലിയ തോതിൽ ഈ വ്യവസായ ഗ്രൂപ്പുകൾ ഇപ്പോൾ ആഫ്രിക്കയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേന്ദ്ര സർക്കാരും ഏതാണ്ട് 400 കോടി ഡോളറിൻ്റെ പദ്ധതിയുമായി ഇപ്പോൾ ആഫ്രിക്കയിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അവിടെ വലിയ തോതിലുള്ള വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാരും ലക്ഷ്യമിടുന്നുണ്ട്. കാരണം ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തുന്ന വ്യവസായികൾക്ക് അല്ലെങ്കിൽ വ്യവസായ ഗ്രൂപ്പുകൾക്കൊക്കെ തന്നെ എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഇപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കുണ്ട്. ഒരു കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇരുണ്ട ഭൂഖണ്ഡമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അവർക്ക് വലിയ തോതിലുള്ള സംവിധാനങ്ങളുണ്ട്, വിമാന സർവീസുകളുണ്ട്. എത്യോപ്യയും കെനിയയും തുടങ്ങിയ രാജ്യങ്ങളൊക്കെ തന്നെ പരമാവധി തങ്ങളുടെ വ്യവസായ സംരംഭങ്ങൾ അവിടെ വർദ്ധിപ്പിച്ച് ആളുകൾക്ക് തൊഴിൽ ലഭിക്കാനും രാജ്യത്തിന് പല ഇനത്തിലും നികുതി ഉൾപ്പെടെയുള്ള ഇനങ്ങളിലൊക്കെ തന്നെ പണം സമ്പാദിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള വ്യവസായികൾ പോലും ആഫ്രിക്കൻ രാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മറക്കാനാവാത്ത ഒന്നാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലെത്തി അവിടെ ഇപ്പോൾ വളരെ സജീവമായി ബിസിനസ് നടത്തുന്ന എത്രയോ മലയാളി വ്യവസായ ഗ്രൂപ്പുകളുണ്ട്. വ്യവസായികൾ, സാധാരണ ചെറുപ്പക്കാരായ നിരവധി സംരംഭകർ അവിടെ എത്തി സ്റ്റാർട്ടപ്പുകൾ പോലെ ചെറിയ തോതിൽ വ്യവസായങ്ങൾ തുടങ്ങി വലിയ തോതിൽ അഭിവൃദ്ധിപ്പെട്ട എത്രയോ പേരുണ്ട്. പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും നിലവിലുള്ള ഒരു പ്രശ്നം അവിടുത്തെ ക്രമസമാധാന തകർച്ചയും അവിടുത്തെ കലാപങ്ങളുമൊക്കെയാണ് എങ്കിൽ പോലും ഇപ്പോൾ അതിനൊക്കെ ഒരു അറുതി വരുത്തിക്കൊണ്ട് ഈ വ്യവസായ സംരംഭങ്ങളും മറ്റും അവിടെ കൂടുതൽ വളർച്ച പ്രാപിക്കുമ്പോൾ ആളുകൾക്ക് തൊഴിൽ ലഭിക്കുകയും മറ്റും ചെയ്യുന്ന സന്ദർഭം എത്തിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് അവിടുത്തെ ഭരണാധികാരികളും കരുതിയിരിക്കുന്നത്. ഏതായാലും ചൈനയെ എല്ലാ തരത്തിലും കടത്തി വെട്ടിക്കൊണ്ട് മുന്നേറാൻ തന്നെയാണ്
ഇന്ത്യൻ വ്യവസായികൾ അവിടെ എത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ വ്യവസായികളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, അവർക്ക് പ്രത്യേകിച്ച് ഒരു മേലുല്ലാസത്തിൻ്റെ ആവശ്യമില്ല. അത്രയും പ്രമുഖരായ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ വ്യവസായികൾ ആഫ്രിക്കയെ ഇന്ത്യയുടെ മറ്റൊരു വ്യവസായ ഹബ്ബാക്കി മാറ്റാനുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും ചൈനയുടെ ഭാഗത്ത് നിന്ന് ശക്തമായ വെല്ലുവിളികളും മറ്റൊരുപാട് പാരകളും ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എങ്കിൽ പോലും ഇന്ത്യൻ വ്യവസായികൾ പലരും വളരെ താഴെത്തട്ടിൽ നിന്ന് സ്വന്തം അധ്വാനത്തിലൂടെ വളർന്നു വന്നവരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ചൈനയുടെ ഈ തരം ഉടായ്പ പരിപാടികളൊന്നും തന്നെ അവരോട് വില പോവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് വില കൊടുത്തും ആഫ്രിക്കയിൽ തങ്ങളുടേതായ സാന്നിധ്യം ഉറപ്പിക്കാൻ തന്നെയാണ് ഈ വ്യവസായികൾ ശ്രമിക്കുന്നത്. ഒപ്പം ഇന്ത്യൻ സർക്കാരും കേന്ദ്ര സർക്കാരും സജീവമായ രംഗത്തിറങ്ങുമ്പോൾ ആഫ്രിക്കയിൽ ഇനി ഒരുപാട് തൊഴിലവസരങ്ങൾ ഒരുപക്ഷെ ഇന്ത്യക്കാർക്കും ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല.